ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഷവർമ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയിലൂടെ രണ്ട് വേറെ റെസിപ്പിയും കൂടെ കാണാൻ പറ്റും. ഒന്ന് കുബൂസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെയും. അപ്പോൾ നമ്മൾ ഇന്ന് ഷവർമ പ്ലേറ്റും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റോളും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ട് പോവാം. 6 കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പം വരുന്ന ഗ്ലാസ് എടുക്കാൻ നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് 6 കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് സെയിം ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് വയ്ക്കാം. ഈസ്റ്റ് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് മൈദയിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവർലെസ്സായ ഏത് ഓയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഈസ്റ്റിൻ്റെ മിക്സ്ചർ ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിലും കുറച്ചുകൂടെ ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അത്ര തിക്കായിട്ട് വേണ്ട. അതിനായിട്ട് ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തീരെ തണുത്തതും പറ്റില്ല, അതുപോലെ തന്നെ നല്ല ചൂടുള്ളതും പറ്റില്ല. ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം ഓയിലും കൂടെ തടവി കൊടുക്കുന്നുണ്ട്, ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 4 മണിക്കൂറിലും കൂടുതൽ എടുക്കും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുതൽ 2.5 മണിക്കൂർ വരെ മതിയാവാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഒരു ഇളം ചൂട് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ കറി പീസിനൊക്കെ എടുക്കുന്ന തരത്തിലുള്ള മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു 8 പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പൊടിയുപ്പും പിന്നെ 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മയോണൈസ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഒരു മുട്ടയുടെ മഞ്ഞ മതി. 1 മുട്ടയുടെ മഞ്ഞ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്. ആ പകുതിയുടെ മുഴുവൻ ജ്യൂസും എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഫ്ലേവർലെസ്സായ ഏത് ഓയിലും ഉപയോഗിക്കാം. ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു മയോണൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ മാത്രമേ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 1/2 ഗ്ലാസ് ചിലപ്പോഴും മുഴുവനായിട്ട് വേണ്ടി വരണമെന്നില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓയിൽ കൂടുതലായിട്ട് ഒഴിക്കുമ്പോൾ ഓയിലിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് മാക്സിമം ഓയിൽ കുറച്ച് ഒഴിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിക്കായി വന്നതിന് ശേഷം സ്പീഡ് 1 മാറ്റിയിട്ട് ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇപ്പോൾ ഒരു കറക്റ്റ് തിക്നെസ്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് റെഡിയാക്കാം. ഞാൻ 6 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ആ സൈസ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. സൈസ് വലുതാക്കി എടുക്കുമ്പോൾ പൊങ്ങി വരാനുള്ള ചാൻസും കുറയും. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ പരത്തിയെടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, എന്നാലേ നമുക്ക് നല്ലോണം പൊങ്ങി വരുള്ളൂ. അങ്ങനെ എല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് ജസ്റ്റ് ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിട്ടുള്ളത്. തീരെ ലോ ആയി പോയാലും പൊങ്ങി വരാനുള്ള ചാൻസ് കുറയും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊങ്ങി വരാതെ തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ബബിൾസ് വരുമ്പോൾ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
കുറച്ച് പൊങ്ങി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇതിലും കുറച്ചുകൂടെ സൈസ് കുറവാണെങ്കിൽ നമ്മളിങ്ങനെ പൊക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പൊങ്ങി വന്നോളും. അങ്ങനെ നമ്മുടെ കുബൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ കുബൂസും ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ. ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പിടി ക്യാരറ്റും ഒരു പിടി ക്യാബേജും ഒരു പിടി കുക്കുംബറും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ റോളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബട്ടർ പേപ്പറൊന്നും എടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള നോട്ട്ബുക്ക് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു തവണയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ പേപ്പറൊന്നും വാങ്ങാൻ പോയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നോട്ട്ബുക്ക് പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്യാം. ആദ്യം ഒരു കുബൂസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫില്ലിങ്സ് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് പേപ്പർ വെച്ചിട്ട് ബാക്കിയും കൂടി റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ റോൾ ഷവർമ ഉണ്ടാക്കി കഴിഞ്ഞു. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ പ്ലേറ്റ് ഷവർമയും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി ഇവിടെ കഴിയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പീസുമായിട്ട്. താങ്ക് യു.